Hello. Hi. Welcome to our channel Alpha Angels World. Hi. എല്ലാവർക്കും സുഖമല്ലേ? പപ്പായും മമ്മിയൊക്കെ വന്നതുകൊണ്ട് ഇന്ന് ഞങ്ങൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അവർക്ക് എങ്ങും പോകണ്ട, അവർക്ക് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇടത്ത് കൊണ്ടുപോയി, രണ്ടാമത് എവിടെയാണ് കൊണ്ടുപോയേക്കുന്നത് വീഡിയോ മൊത്തം കാണുമ്പോൾ മനസ്സിലാവും. തണുപ്പ് സ്ഥലത്ത് കൊണ്ടുപോയി ഫോട്ടോ എടുക്കാൻ. തണുപ്പാണ്, ഇവിടെ വന്നിറങ്ങിയ ദിവസം തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഭയങ്കര തണുപ്പാണ്. അപ്പൊ പപ്പായ്ക്ക് എങ്ങും പോവണ്ട, അങ്ങനെ ഇന്ന് പിടിച്ചു പറിച്ച് പുറത്തിറക്കി. എവിടെയാ ഒന്ന് ചാൾസ് രാജകുമാരന്റെ കൊട്ടാരം. വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പായും കുഞ്ഞുങ്ങളും കൂടെ ആദ്യം ഇറങ്ങി, അതിൻ്റെ പുറകെ ഞാൻ ഇറങ്ങി. പിന്നെ മമ്മിയും അച്ഛനും ഒക്കെ ഇറങ്ങി വന്നു. തണുപ്പുണ്ട്, പക്ഷെ അത്ര വലിയ തണുപ്പില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹൈഡ് പാർക്ക് കോർണറിലായിരുന്നു. ഹൈഡ് പാർക്കിൽ ഇറങ്ങി ഹൈഡ് പാർക്കിനകത്തൂടെ നടന്ന് ബക്കിംഗ്ഹാം പാലസും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇന്ന് പോയത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് അപ്പച്ചനും കൊച്ചുമോളും കൂടെ ചെറിയൊരു സൗന്ദര്യപ്പണക്കമൊക്കെ ഉണ്ടായി. ആ പിണങ്ങി നടക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഏറുക്കുട്ടൻ. അങ്ങനെ അപ്പച്ചൻ എന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേണ്ട ഏറുക്കുട്ടനോട് പിണങ്ങി ദേണ്ട ഇവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞ് പൊക്കോന്നൊക്കെ പറഞ്ഞിരിക്കുക. എന്നെ ഏറുക്കുട്ടൻ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അമ്മച്ചി അനുനയിപ്പിച്ച് കൊണ്ടുപോവാണ്. ഇടയ്ക്ക് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഏറുക്കുട്ട അപ്പച്ചായെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോണ്ടടാ അപ്പച്ചായ എഴുന്നേറ്റ് നടന്നു വരുന്നു. നല്ല രസമാണ്. അപ്പച്ചായും കൊച്ചുമക്കളും തമ്മിൽ ഭയങ്കര വലിയൊരു ബോണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചി കഥ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയായിരുന്നു ഇവിടെ. കുഞ്ഞുങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു സമയമായിരുന്നു പപ്പായും മമ്മിയും ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഒരു എസ്കലേറ്ററിലൊക്കെ കയറി ഞങ്ങൾ ദേണ്ടേ ഇപ്പം ഏകദേശം സ്ഥലത്തെത്തി കേട്ടോ. നമ്മൾ ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളും ഒന്നും അധികം ഇല്ലാഞ്ഞത് കൊണ്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് തന്നെ സ്ട്രോളറും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ഹൈഡ് പാർക്ക് കോർണർ അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ് പാർക്കിൻ്റെ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നടന്ന് നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ് പാർക്കിലേക്കാണ്. ഹൈഡ് പാർക്കും ഗ്രീൻ പാർക്കും ഒരുമിച്ചാണ്. ദേ ആ കാണുന്നതാണ്. ഞാൻ നേരത്തെ വീഡിയോയിലും ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല. കാരണം നമുക്ക് 1 ഡേ ട്രിപ്പായിരുന്നല്ലോ അന്ന്. 1 ഡേയിൽ നമ്മൾ മാക്സിമം കാര്യങ്ങൾ കാണുക എന്നായിരുന്നല്ലോ അന്നത്തെ ട്രിപ്പിൻ്റെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ നമ്മൾ പോയത്. ഇപ്പം നമ്മൾ ഓരോ പ്ലേസസ് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ അതായത് നമ്മൾ ബസ്സിലൊക്കെ നമ്മൾ തന്നെ കയറി നമ്മൾ തന്നെ പോയി, മറ്റേ ടൂർ പാക്കേജ് ഒന്നും എടുക്കാതെ നമ്മൾ തന്നെ ഒരു ഡെസ്റ്റിനേഷൻ തീരുമാനിച്ച് നമ്മൾ തന്നെ പോകുമായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരെണ്ണം ഇട്ടിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ ബക്കിംഗ്ഹാം പാലസിൽ നമ്മൾ പോയത്. ഇനിയിപ്പോൾ പതുക്കെ നമ്മൾ നടന്ന ഓരോ സ്ഥലങ്ങൾ, അത് ഹൈഡ് പാർക്കിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. അപ്പം അതിനകത്തോട്ട് പോയാലും പാർക്കിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇപ്പുറത്തും ഹൈഡ് പാർക്കും ഗ്രീൻ പാർക്കും ഒക്കെ എല്ലാം ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ഹൈഡ് പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു ആർച്ച് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. നേരത്തെ വീഡിയോയിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു ഹോഴ്സസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ആള്. അപ്പം ഇത് എന്തിനെയൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്, ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ മൊത്തം കാണാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എന്നാലല്ലേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇടുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഹൈഡ് പാർക്കിനകത്തേക്ക് കയറി. അപ്പോൾ ഇവിടെ കണ്ടോ കുറേ സ്കൾപ്ചേഴ്സൊക്കെ, കുറേ കൊത്തുപണികളൊക്കെ ചെയ്ത കുറേ സാധനങ്ങളും അതിനകത്ത് ഒരാൾ കിടക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇതെന്താണെന്നറിയാമോ? ഇതാണ് റോയൽ ആർട്ടിലറി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് വേൾഡ് വാർ മെമ്മോറിയലിന് വേണ്ടിയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഹൈഡ് പാർക്ക് കോർണറിൽ. അപ്പൊ ഇത് അനാച്ഛാദനം ചെയ്തത് അല്ലെങ്കിൽ അൺവെയിൽ ചെയ്തത് 1925
അപ്പം ഈ ആ ഒരു സ്കൾപ്ചർ അല്ലെങ്കിൽ ആ ഒരു കൊത്തുപണികളൊക്കെ ഉള്ള ഒരു സാധനം ഡിപ്പെക്ട്, ഈ ഒരു മെമ്മോറിയൽ എന്തിനെയാണ് കമമറേറ്റ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനുസ്മരിപ്പിക്കുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വേൾഡ് വാറിൽ മരിച്ചുപോയ 49,076, അതായത് 49,076 സോൾജിയേഴ്സ്, അതായത് ഹു ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ റോയൽ ആർട്ടിലറി. ആർട്ടിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗണ്ണേഴ്സ് എന്നാണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ദൂരെ നിന്ന് ഒരാളെ വേറൊരു ബിൽഡിങ്ങിൽ നിന്ന് ഒരാൾ ഫോക്കസ് ചെയ്ത് വെടിവെക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് നമ്മുടെ കയ്യെത്തും ദൂരത്തല്ലാത്ത ഒരു ആളിനെ വെടിവെക്കുന്ന ആ ഒരു തരത്തില് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരെയാണ് ദ ഗണ്ണേഴ്സ് അല്ലെങ്കിൽ ആർട്ടിലറി എന്ന് പറയുന്നത്. അപ്പം ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് മുൻഗണനകൾ ഉണ്ടായിരുന്നു. കാരണം ഫിസിക്കലി അപ്പിയർ ചെയ്യാതെ ദൂരെ നിന്ന് വെടിവെക്കുക. നമ്മുടെ ഈ ആർമിയിലൊക്കെയും അതുപോലെ തന്നെ പോലീസിലൊക്കെ അതിനൊക്കെയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പം അന്ന് ഉണ്ടായിരുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട സോൾജിയേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ മെമ്മോറിയലായിട്ടാണ് ഈ റോയൽ ആർട്ടിലറി മെമ്മോറിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേര് ഡിസൈൻ ചെയ്ത് അത് പൊളിച്ചു പണിയുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം ഇത് ശരിക്കും ഈ അവസാനത്തെ ഈ ഒരു മെമ്മോറിയൽ ആ ഒരു സ്കൾപ്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു എക്സ് സോൾജിയർ ആണ്. അതായത് ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ ഈ അപകടത്തിൽപ്പെട്ട് എന്താ പറയാ വൂണ്ടഡ് ആയിട്ടുള്ള, അതായത് അപകടത്തിൽപ്പെട്ട ഒരു സോൾജിയർ ആണ് ശരിക്കും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഡിസൈനിന് പിന്നെയും ഒത്തിരി വേരിയേഷൻസ് അവർ വരുത്തിയിട്ടുണ്ട്. സ്റ്റെപ്സ് കെട്ടി, അതുപോലെ ഈ കാണുന്ന ആ ഒരു മെറ്റാലിക് ഷീറ്റ്സ് ഒക്കെ വെച്ചു, അതിനകത്ത് കുറെ കാര്യങ്ങൾ ഇൻസ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ലേറ്റർ ഓൺ ആഡ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം ഇത്രയുമാണ് ഈ ഒരു റോയൽ ആർട്ടിലറി മെമ്മോറിയൽ ഗേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് ആ ആർട്ടിലറി സോൾജിയേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെയും പല കാര്യങ്ങളും ഉണ്ട്. ഇത് ഹൈഡ് പാർക്കിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പാർക്കിനെയും അകത്തോട്ട് പോകുന്നതിന്റെ ആ ഒരു സെന്ററിലാണ് ഈ ഒരു സാധനം കാണുന്നത്. കണ്ടില്ലേ, അതിനകത്ത് വെപ്പൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ഇവര് ഈ ആർട്ടിലറി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്പെഷ്യലൈസ്ഡ് ഇൻ വെപ്പണറീസ് ആണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു സോൾജിയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പം ഈ ഇത്രയും രാജ്യത്തു നിന്നുള്ള ഒരു സോൾജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ്, അവരുടെ ആ ഒരു മെമ്മോറിയൽ ആയിട്ടാണ് ഈ ഒരു മെമ്മറി ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ്, മെമ്മറി ഗേറ്റ് അല്ല മെമ്മോറിയൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. നമ്മുടെ എയർപോർട്ടും കണ്ടില്ലേ, എയർപോർട്ടിന് അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പപ്പ ഒരു ആർമി ഓഫീസർ ആയിരുന്നല്ലോ, അപ്പോൾ പപ്പായ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നും പപ്പായും കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ അതിൻ്റെ ഒരു കോർണറിലായിട്ട് നമ്മൾ വേറൊരു കാര്യവും കൂടെ കാണും. അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ഓസ്ട്രേലിയൻ വാർ മെമ്മോറിയൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാമോ, ചരിച്ചൊരു കുറേ ഗ്രാനൈറ്റ് പീസസും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത്. അതിനെയാണ് ഓസ്ട്രേലിയൻ വാർ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇത് 2003 ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഒരു 1,02,000 ഓസ്ട്രേലിയൻ ഡെഡ്, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാറിൽ മരിച്ചുപോയ ആ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മെമ്മോറി ചെയ്യുന്നതാണ്. ഇതിലെന്ന് പറയുന്നത് ഒരു സെമി സർക്കുലർ കർവ്ഡ് വാൾ ഉണ്ട്. അത് ഗ്രീൻ കളറിലുള്ള ഗ്രാനൈറ്റ് സ്ലാബ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് UK കൊണ്ടുവരുന്നതിന് തൊട്ട് മുന്നേ അവർ ഷേപ്പ് ചെയ്ത് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ എഴുതിയും കാര്യങ്ങളുമാണ് സാധനം കൊണ്ടുവരുന്നത്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,844 ടൗൺസിന്റെ പേര് ഇവർ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം അതായത് ആ ടൗൺസിന്റെ പേരെന്ന് പറയുന്നത് ആ ഫസ്റ്റ് വേൾഡ് വാറിൽ അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിലും ഫൈറ്റ് ചെയ്ത സോൾജിയേഴ്സ് ജനിച്ച സ്ഥലത്തിന്റെ പേരാണ് അവരവിടെ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്.
അതായത് അവർ ഓസ്ട്രേലിയൻ ആ ഒരു വാറിലുണ്ടായിരുന്ന ഒന്നുകിൽ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ചിലപ്പോൾ UK ബോണ്ട് ആയിരിക്കും അവരുടേത്, അതുപോലെ തന്നെ ചിലപ്പം വേറെ ഏതെങ്കിലും പ്ലേസസിൽ, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ പേര് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് ആ ഒരു ഓസ്ട്രേലിയൻ വാർ അതായത് ഡിപ്പെക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. പിന്നെ കാരണം ഇതിന് ഓസ്ട്രേലിയൻ വാർ മെമ്മോറിയൽ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേൾഡ് വാറിന് ഏറ്റവും കൂടുതൽ അതായത് ഫ്രണ്ടിൽ നിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പം അവിടുന്ന് നമ്മളിങ്ങനെ നടന്നു വന്നു. പിന്നെ വേറൊരു കാര്യം ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ സമ്മർ ടൈമിൽ ഇതിനകത്തൂടെ അവർ വാട്ടർഫോൾ പോലെ ഉണ്ടായിരിക്കും. അതെന്താന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ അതിനകത്തൂടെ ഒഴുകും. കാരണം അത് ഈ മെമ്മോറിയൽ ആ ഒരു ആൾക്കാരെ നമ്മൾ സ്മരിക്കുന്നതിന് ഒരു സാക്ഷ്യം വഹിക്കുന്ന രീതിയിലാണ് അങ്ങനെ അവർ ചെയ്യുന്നത്. അതായത് മെമ്മറീസ് ഓഫ് സർവീസ്, അത് നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സേവ് ചെയ്ത അവരെ നമ്മൾ സ്മരിക്കുക. ആ ഒരു രീതിയിലാണ് അവർ സമ്മറിൽ അവരങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് അടുത്തൊരു ആർച്ചാണ്. ആ ആർച്ചിന്റെ പേര് വെല്ലിംഗ്ടൺ ആർച്ച്. വെല്ലിംഗ്ടൺ ആർച്ച് എന്നാണ് ഇത് പറയുന്നത്. അതായത് നെപ്പോളിയനെ വെല്ലിംഗ്ടൺ ജയിച്ചതിന് തുല്യമായിട്ടാണ് ഈ ഒരു ആർച്ച് അവർ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ആർച്ചും ഒരുപാട് തവണ അവർ പൊളിച്ചു പണിത് ഒക്കെ ചെയ്താണ്. ആദ്യം അതിനകത്ത് ഒരു ഹോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനെ പൊളിച്ച് അവർ എനിക്ക് തോന്നുന്നു 4 എണ്ണം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് പറഞ്ഞാൽ 4 ഹോഴ്സസിനെ വെച്ചിട്ട് അവർ ചെയ്ത്. കണ്ട് ഇതിൻ്റെ ഗേറ്റൊക്കെ കണ്ടില്ല എന്ത് സ്ട്രോങ് ആണെന്ന് കണ്ടോ, നല്ല ഇരുമ്പിൽ. അത് എത്രയോ വർഷങ്ങൾ മുന്നേ ഉണ്ടാക്കിയിരിക്കുന്നതിന് ഇപ്പോഴും ഒരു കോട്ടവും തട്ടാതെ അത് മുന്നിട്ട് പോകുന്നുണ്ട്. കണ്ട ആ ആർച്ചിൻ്റെ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാമോ? ഇത് അതിൻ്റെ ഗേറ്റ് ആണ് കേട്ടോ. അപ്പം അതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആർച്ച് എന്ന് പറയുന്നത് ഹൈഡ് പാർക്ക് തീരുന്നിടത്ത് ഗ്രീൻ പാർക്ക് തുടങ്ങുന്നിടത്താണ് ഈ ഒരു ആർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ആർച്ചിൽ കൂടെ നേരെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, അതാണ് മെമ്മോറിയൽ ഗേറ്റ്. ഞാൻ കഴിഞ്ഞ തവണത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ മെമ്മോറിയൽ ഗേറ്റിനെ പറ്റിയും കാര്യങ്ങളും ഒക്കെ. ഇത് ഒരു വാർ മെമ്മോറിയൽ ആണ്, അതായത് ഹൈഡ് പാർക്കിലുള്ള ഒരു വാർ മെമ്മോറിയൽ ആണ്. ഇതിനെ നമ്മൾ കോമൺവെൽത്ത് മെമ്മോറിയൽ ഗേറ്റ് എന്നും പറയും. ഇത് എന്തിനെയാണ് അനുസ്മരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോൾജേഴ്സ് ഓഫ് ബ്രിട്ടീഷ് എംപയർ, അതായത് 5 കൺട്രീസിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് എംപയറിന്റെ സോൾജേഴ്സിനെ, അതായത് 5 കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നാമത്തേന്ന് ഇന്ത്യ ആൻഡ് സബ് കോണ്ടിനെന്റ്, ഇന്ത്യയും ഇന്ത്യയുടെ സബ് കോണ്ടിനെന്റും. അപ്പം അതിനകത്ത് ഉണ്ടായിരിക്കുന്ന കൺട്രീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ ആൻഡ് ശ്രീലങ്ക. അതുപോലെ തന്നെ ആഫ്രിക്കയും കരീബിയൻസും ആഫ്രിക്ക ആൻഡ് ദ കരീബിയൻസ് ബ്രിട്ടീഷിന്റെ ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്തും സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തും ഉണ്ടായിരുന്ന ആ ഒരു 5 കൺട്രീസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മെമ്മറിയാണ് ഈ ഒരു മെമ്മോറിയൽ ഗേറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യ, പിന്നെ പാകിസ്ഥാൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാൻ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഡിസ്ക്രൈബ് ചെയ്ത് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടില്ല. ഈ വീഡിയോയിൽ നല്ലപോലെ ഡിസ്ക്രൈബ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മില്യൺ വോളണ്ടിയേഴ്സിന്റെ മെമ്മോറിയൽ ആയിട്ടാണ് ഈ ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ പില്ലർ ഉണ്ടാക്കിയിരിക്കുന്നത് പോർട്ട്ലാൻഡ് സ്റ്റോൺ കൊണ്ടാണ്. ഇതിന്റെ മുകളിൽ ഒരു ബ്രോൺസ് ഏൺ ഉണ്ട്. അത് അതായത് നമ്മുടെ ഒരു ദീപശിഖ പോലെ ഒരു സാധനം ഇതിന്റെ മുകളിലുണ്ട്. അതിനകത്ത് ഗ്യാസ് ഫ്ലെയിം ഉണ്ട്. ഇത് സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഇത് കത്തിക്കും. സ്പെഷ്യൽ ഒക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമെമ്പറൻസ് സൺഡേ, അതുപോലെ തന്നെ ആർമിസ്റ്റിസ് ഡേ, കോമൺവെൽത്ത് ഡേ എന്നൊക്കെ പറഞ്ഞ അതിനകത്ത് ഈ ആർമിസ്റ്റിസ് ഡേ എന്താണെന്നറിയുമോ? അത് ഈ ഫസ്റ്റ് വേൾഡ് വാർ അല്ലെങ്കിൽ എൻഡ് ചെയ്യാൻ ഉണ്ടാക്കിയിരുന്ന ഒരു പീസ് നെഗോസിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഈ വാറൊക്കെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡേ, അതിനെയാണ് നമ്മൾ ആർമിസ്റ്റിസ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ്, ആ ഒരു സ്പെഷ്യൽ ഡേ ഒക്കേഷനിലൊക്കെയാണ് ഇത് ലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നടന്ന് ഇനിയും ബക്കിംഗ്ഹാം പാലസിലേക്ക് പോകാം. കണ്ടോ, ഇപ്പൊ ഇതെല്ലാം ആദ്യത്തെ വീഡിയോയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഇലയോ ഒരു ചെടിയിലും ഒരു ഇലയോ ഒന്നും ഇല്ലാതെയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഫുൾ ഇലയൊക്കെ നിറഞ്ഞാണ്.
അതായത് ഞങ്ങൾ സമ്മറിൽ പോയ സമയത്ത്. ഇപ്പം ദേ വീണ്ടും വിൻ്ററൊക്കെ ആയി, ഇലകളൊക്കെ കൊഴിഞ്ഞ് തുടങ്ങി, ആ ഒരു സമയം ആയി തുടങ്ങി. അപ്പം ഞങ്ങൾ ഇനിയും നടന്ന് മമ്മിയും പപ്പായും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സ്ഥലം കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ടൈമാണ് നമ്മളിവിടെ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ചുമ്മാ മീൻസ് ജസ്റ്റ് ഒന്ന് ആ ഒരു പാലസ് ജസ്റ്റ് ഒന്ന് കണ്ട് വന്നിട്ടുണ്ട്. ഇത്തവണയും നമ്മൾ അകത്തൊന്നും കയറുന്നില്ല കേട്ടോ. നമ്മൾ ആ പുറത്തുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ച് നമുക്ക് ഇറങ്ങാം. കണ്ടില്ലേ, അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് നമ്മൾ അവിടെ അണ്ണാനെയും ചെറിയ പിജിയണ്ണയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഏറുകൂട്ടൻ നടന്ന ഇലകളൊക്കെ പറക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ കേട്ടോ. ഇപ്പൊ ആൾക്കാർ ഫ്രണ്ടിൽ പോകുന്നോണ്ടായിരിക്കും നിങ്ങൾക്ക് കാണാത്തത്. നമുക്ക് നമ്മുടെ ഏറുകൂട്ടൻ അവിടെ നടന്ന ഇലകൾ പറക്കുന്നു. എന്തിനാണെന്ന് നമുക്ക് ഏറുകൂട്ടനോടൊന്ന് ചോദിച്ചു നോക്കാമേ, എന്തിനാ ഈ ഇലകളൊക്കെ അവള് പറക്കുന്നതെന്ന്. ഉണ്ടോ, എല്ലാ ഇലകളും പറക്കുന്നുണ്ട്. സമ്മറിന്റെ ആ ഒരു സമയത്ത്, അതായത് നമ്മൾ വിന്റർ സ്റ്റാർട്ടിങ്ങിലേക്ക് പോവാണ്. അപ്പൊ ആ സമയത്ത് കുറെ ഇലകളും കാര്യങ്ങളും ഒക്കെ വീഴൂലോ. അപ്പൊ അത് എന്തിനാണെന്ന് ഞാൻ ഈറുനോട് ചോദിക്കുമ്പോൾ ഈറുവിന്റെ റെസ്പോൺസ് കേൾക്കാവേ. At my home. Yep. For what? To just make it a plant. Will this grow? Nope. Then? They're gonna plant it. If you plant that, will it grow? Yep. Yep. Who said? No. No, it won't get grow. I will find some more. Leaves won't grow. Got one more. ഈറുക്കുട്ടിന് ഇത് വളരും എന്നൊക്കെ പറഞ്ഞ് ഈറുക്കുട്ടിന് ഇതെല്ലാം പറക്കിയെടുക്കുക കേട്ടോ. ഈറുക്കുട്ടിന്റെ വിചാരം ഏത് പാട്ട് നട്ടാലും കിളിക്കും എന്നാണ്. ഇപ്പം ഈറുക്കുട്ടിന്റെ സ്കൂളിൽ പ്ലാൻ ഗ്രോയിങ്ങും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈറുന്റെ വിചാരം ഏത് പാട്ട് നട്ടാലും, സീഡ് നട്ടാലും, ചെറിയ കമ്പ് നട്ടാലും, നമ്മൾ ഈ കമ്പൊക്കെ കൊണ്ട് നടുന്നൊക്കെ കണ്ടിട്ടില്ലേ. അപ്പൊ അവളുടെ വിചാരം ഇല നട്ടാലും എല്ലാം കിളിക്കും എന്നാണ്. അങ്ങനെ കുറെ ഇലകളൊക്കെ പറക്കി അതിനച്ഛൻ അവളെ പറഞ്ഞു, എന്തിനാടാ ഉള്ള ഇലയെല്ലാം കൂടെ പറക്കുന്നതെന്ന് പറഞ്ഞ് അവസാനം അവളെ ഇലയെല്ലാം കളഞ്ഞിച്ചാണ് കേട്ടോ പിന്നെ വരുന്നത്. അന്നേരമാണ് ഈറുക്കുട്ടിന് അവളുടെ അബദ്ധം മനസ്സിലായി, ഇലകൾ നട്ടാലും കിളിക്കത്തില്ല എന്നുള്ള അബദ്ധമൊക്കെ മനസ്സിലാവുന്ന അച്ഛൻ പറഞ്ഞൊക്കെ കൊടുത്തു വെക്കും. അങ്ങനെ ഞങ്ങൾ നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. ഏറുക്കുട്ടൻ്റെയും കെറിക്കുട്ടൻ്റെയും കുറുമ്പുകളും ഒക്കെ കാരണം ഞങ്ങളിങ്ങനെ ആസ്വദിച്ച്, പപ്പായും മമ്മി അതൊന്ന് അങ്ങനെ ആസ്വദിച്ച് നടന്ന് പോവാണ് കേട്ടോ. ഞങ്ങള് നടപ്പാതെ കിടന്ന് റിങ്ങാ റോസസ് കളിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ദേണ്ട നോക്കിക്കോ ചേച്ചി അനിയത്തി എന്നാ ചെയ്യുന്നതെന്ന്. കണ്ടോ, റിങ്ങാ റോസസ് ഒക്കെ കളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം നമ്മളുടെ ആ ഒരു ഇന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയാം, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. എന്തുവാണെന്നറിയാലോ? ബക്കിംഗ്ഹാം പാലസ്. അപ്പോൾ ബക്കിംഗ്ഹാം പാലസിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ആ സൈഡിൽ നോക്കിയപ്പോൾ ഒരാള് ദൂണ്ട് അവിടെ കണ്ടോ, നിങ്ങൾക്ക് കാണാമോ? ആ സൈഡിൽ ഒരാള് സ്ക്യുറലിനെ ഫീഡ് ചെയ്യാണ്. അപ്പോൾ അത് ഈറുക്കുട്ടിനെ കാണിച്ചു കൊടുത്തു ഞാൻ, സ്ക്യുറലിനെ ഫീഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ സ്ക്യുറലൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മൾ ഒരു തവണ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ കെരിക്കുട്ടിനെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ആ മരത്തിൻ്റെ പുറകിൽ ഒരാൾ കണ്ടോ, കാണാമോ നിങ്ങൾക്ക്? ആ സ്ക്യുറലിൽ വന്ന് നിന്ന് ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ ഈറുവിന് കാണിച്ചു കൊടുത്തു കേട്ടോ. കണ്ടോ, സ്ക്യുറലിനെ കാണാവോ നിങ്ങൾക്ക്? സൂക്ഷിച്ചു നോക്കിയാൽ കാണാം കേട്ടോ. അങ്ങനെ അതും കെരിക്കുട്ടിന് ഞാൻ ഏറുക്കുട്ടിന് ഞാൻ കാണിച്ചു കൊടുത്തു. ഈ കെരിക്കുട്ടൻ ഫ്രണ്ടിൽ അപ്പച്ചയുടെയും അമ്മച്ചിയുടെയും കൂടെ അങ്ങ് പോവുമായിരുന്നു. അപ്പം ഏറുക്കുട്ടിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഏറുക്കുട്ടിനെ ഞാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ നടന്ന് ദേണ്ടേ നമ്മൾ നമ്മുടെ ബക്കിംഗ്ഹാം പാലസിൻ്റെ സൈഡ് ഭാഗം കാണുന്നുണ്ട്. കണ്ടോ, ആ ഒരു വോള് തുടങ്ങുന്നത് ബക്കിംഗ്ഹാം പാലസിൻ്റെ ആണേ. ഇതേണ്ടേ, അതാണ് പാലസ്. കഴിഞ്ഞ തവണയും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പാലസിൻ്റെ. ഞാൻ കഴിഞ്ഞ തവണ ആ പാലസിൻ്റെ ആ ഒരു ഭാഗം മാത്രം കാണിച്ച് ഞാനങ്ങ് വീഡിയോ നിർത്തുമായിരുന്നു. അപ്പം ഇത്തവണ പാലസിൻ്റെ ആ ഒരു സൈഡിലുള്ള കാര്യങ്ങളും അതിന് ആ ഒരു ചെറിയ അതിൻ്റെ അടുത്തുള്ള സ്കൾപ്ചേഴ്സ് ഒക്കെ എന്തിനാണ്
ഡിപ്പെക്റ്റ് ചെയ്യുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാവേ. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ ക്രൂസ് ചെയ്ത് ബക്കിംഗ്ഹാം പാലസിൻ്റെ ആ ഒരു എൻട്രൻസിലേക്ക് നമ്മൾ പോവാണ്. കണ്ടില്ലേ, അങ്ങനെ മമ്മി ഗേറ്റും ഒക്കെ പിടിച്ച് നിൽക്കുന്ന മമ്മി ഫോട്ടോ ഒക്കെ എടുക്കുക. കാരണം മമ്മിയുടെ മനസ്സിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇന്ന് സഫലമായിരിക്കുന്നത്. ബക്കിംഗ്ഹാം പാലസ് ഒന്ന് കാണുക, അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണുക എന്നുള്ള ഒരു ആഗ്രഹം അതിന്ന് സഫലമായി. അങ്ങനെ മമ്മി അവിടെ എല്ലാം ഒന്ന് കണ്ടു, മമ്മിയും പപ്പായും എല്ലായിടും ഒക്കെ ഒന്ന് കണ്ടു. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും അവരെ കൊണ്ട് പോയില്ല കേട്ടോ. കാരണം ഒന്നാമത് തണുപ്പായിരുന്നു, തണുപ്പ് തുടങ്ങി. അവർ വന്ന സമയത്തൊക്കെ അല്പം തണുപ്പ് തുടങ്ങിയ ആ ഒരു സമയം എത്തിയായിരുന്നു. 1ലും 2ലും ഒക്കെ കളിക്കുന്ന ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ അധികം ഒന്നും പുറത്തിറങ്ങാൻ ആ ഒരാഴ്ച ഒക്കെ കിട്ടിയ സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് അച്ചാച്ചൻ്റെ ഡ്യൂട്ടി വന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും അവരെ ഇപ്രാവശ്യം കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. എന്നാലും അവരാഗ്രഹിച്ച കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു, അവിടെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറ്റി. അത് ആദ്യം ഇട്ടിരുന്ന ലണ്ടൻ ബ്രിഡ്ജ് കാണണമെന്നുണ്ടായിരുന്നു, അതുപോലെ ബിഗ് ബെൻ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പാലസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില പ്ലേസസ്, ഹിസ്റ്റോറിക് പ്ലേസസ് അതൊന്ന് കൊണ്ട് കാണിക്കാൻ പറ്റി. അതൊന്ന് കണ്ടു. അതിൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റുള്ള വിക്ടോറിയ മെമ്മോറിയലിനെ കുറിച്ചും ഞാൻ അതിൻ്റെ മുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ബക്കിംഗ്ഹാം പാലസിൻ്റെ ഗേറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കിയപ്പോൾ ഗാർഡ്സ് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗാർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഓഫ് ഗാർഡ്സ് കാണാൻ പറ്റിയില്ല കേട്ടോ. ചേഞ്ച് ഓഫ് ഗാർഡ്സ് എന്ന് പറയുന്നത് അത് പെർട്ടിക്കുലർ ടൈം 11:30 ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ പറ്റിയില്ല. പക്ഷേ ആ സമയത്ത് ഗാർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ തവണ പോയപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഗാർഡ്സിനെ അവിടെ കാണാം കേട്ടോ. അപ്പം ഗാർഡ്സ് അവിടെ നിൽപ്പുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് ജസ്റ്റ് അവരുടെ ആ ഒരു ഡ്യൂട്ടിക്കിടയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതൊക്കെ കണ്ടു. കണ്ടില്ലേ, അതിൻ്റെ ആ പില്ലേഴ്സിലൊക്കെ തന്നെയാണെങ്കിലും ചെറിയ ചെറിയ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഗേറ്റുകളിലാണേലും ഒക്കെ അവരുടെ ആ ഒരു എംപവറിൻ്റെ, അതായത് ആ ഒരു രാജാവിൻ്റെ ആ ഒരു സിമ്പലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ കണ്ടോ, ഇതിനകത്ത് അവരുടെ ക്രൗണിൻ്റെ ആ ഒരു ഇതുപോലെ കണ്ടില്ലേ ആ റെയിലിങ്ങിൽ. അപ്പം ഒത്തിരി ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ ക്രൗഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ആ ഒരു സെക്യൂരിറ്റി മൂവ് ചെയ്യുന്ന, ഗാർഡ് മൂവ് ചെയ്യുന്ന കണ്ടേ. പിന്നെ നോക്കിയപ്പോൾ കണ്ടില്ല കേട്ടോ. കണ്ടില്ലേ, ആ ഒട്ടിച്ച് വെച്ച പോലെ അവരൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടോ, ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് വീണ്ടും അവർ ഗാർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കണ്ടു.
അപ്പോൾ ആ പാളിയുടെ അകത്തൂടെ എടുത്തതാണ് തന്നെ നമ്മുടെ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ, കാണാമോ? കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഇത്രയും ക്ലിയർ ആയിട്ട്, കാരണം ഇതിനേക്കാളും ക്രൗഡ് അന്നേരം ഉണ്ടായിരുന്നു, അപ്പം എനിക്ക് അത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പോവുമല്ലോ എന്നുള്ളൊരു ഇതിൽ വിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം കുറച്ചുകൂടെ കാര്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണേ. കണ്ടില്ലേ ആ ഗാഡ്സ് മൂവ് ചെയ്യുന്നത്? സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എന്ന് പറഞ്ഞാലും മമ്മിയും പപ്പായും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറെ കണ്ടോ, ഇത് കണ്ടില്ലേ മൂവ് ചെയ്യുന്ന കണ്ടോ ഗാഡ്സ്. ചേഞ്ച് ഓഫ് ഗാഡ്സിന്റെ വീഡിയോ ഞാൻ ഇനിയും ഒരു പ്രാവശ്യവും കൂടെ പോകുമ്പോൾ ആ ചേഞ്ച് ഓഫ് ഗാഡ്സിന് കാണാൻ വേണ്ടി മാത്രം സ്പെസിഫിക് ആയിട്ട് പോയിട്ട് ഞാൻ വീഡിയോ ഇടാവേ. അപ്പോൾ ഇതാണ് ബക്കിംഗ്ഹാം പാലസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ നേരെ മൂവ് ചെയ്യുന്നത് വിക്ടോറിയ മെമ്മോറിയലിന്റെ അടുത്തേക്കാണ്. അതായത് മോണ്യുമെന്റ് ടു ക്യൂൻ വിക്ടോറിയ. വിക്ടോറിയയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു മെമ്മോറിയൽ അല്ലെങ്കിൽ ഒരു മോണ്യുമെന്റ് ആണ്. അത് 1901 ഡിസൈൻ ചെയ്തതാണെങ്കിലും അത് അൺവെയിൽ ചെയ്യുന്നത് 1911 പക്ഷേ അന്നേരം ഒന്നും അതിൻ്റെ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ ഫുൾ വർക്കും കാര്യങ്ങളും കഴിയുന്നത് 1924 അതിൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ നടക്കുമായിരുന്നു. അപ്പം ഇവിടെ നിന്ന് മമ്മിയുടെ കുറേ ഫോട്ടോസും മമ്മിയുടെയും പപ്പായുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ കൂടെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഞങ്ങൾ അപ്പുറത്തെ ഗേറ്റിലും ഒക്കെ വന്നിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം കെരിക്കുട്ടനും അവിടെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. കെരിക്കുട്ടനും കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അതായത് ക്യൂൻ വിക്ടോറിയയുടെ ആ ഒരു മെമ്മോറിയൽ മോണ്യുമെന്റിലേക്ക് പോകുന്നത്. ഏറുകൂട്ടം ഫോട്ടോയ്ക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പോസ് ചെയ്യുന്ന കണ്ടില്ലേ. കെറിക്കുട്ടനാണെങ്കിൽ അവിടെ എന്തൊക്കെ കുർത്തക്കേട് ഒപ്പിക്കാവോ, അസൽ ചട്ടമ്പിയായിട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചാടി കളിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ദേണ്ട അവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു, ആ കമ്പി കൂടെ കയറി ഇറങ്ങി ഒക്കെ പോകുന്നുണ്ട് ആ ചാട്ടി. കുർത്തിക്കേടിന് കയ്യും കാലും വെച്ചാ നോക്ക്. നിങ്ങൾ ആ സൈഡിലോട്ട് നോക്കിയാൽ കാണാം കെറിക്കുട്ടൻ അവിടെ എന്നാ കാണിക്കുന്നതെന്ന്. എന്തു വന്നാലും അപ്പച്ചായി കണ്ടോ കയറുന്നുണ്ടോ, വലിഞ്ഞു കയറുന്നുണ്ടോ. ഒരു സെക്കൻഡ് അവളെ വെറുതെ വിടാൻ പറ്റില്ല കേട്ടോ. എവിടെയെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കാതെ ആശാട്ടി വരത്തില്ല. നിങ്ങൾ പറയുന്ന പോലെ ഒരു സെക്കൻഡ് അവിടെ കയ്യോ കാലോ അടങ്ങിയിരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എന്തായാലും ഞങ്ങൾ തന്നെയല്ലല്ലോ, അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പിള്ളേരുടെ അത്രയും ടെൻഷൻ ഞങ്ങൾക്കില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാളുടെ പുറകിൽ അമ്മച്ചി പൊക്കോളും, ഒരാളുടെ പുറകിൽ അപ്പച്ച പൊക്കോളും. നമുക്ക് വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്ത് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കായിരുന്നു. അങ്ങനെ നമ്മൾ ആ പാലസിൻ്റെ ആ ഒരു ഭാഗം വിട്ടിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാണ്. അപ്പോൾ ആ പാലസിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് നടന്ന് കണ്ടു കേട്ടോ. ആ ഗേറ്റുകളും കാര്യങ്ങളൊക്കെ 3 ഗേറ്റ് ഉണ്ടായിരുന്നു. ആ 3 ഗേറ്റും ഒന്ന് ക്രോസ് ചെയ്ത് നമ്മൾ ഫുള്ളൊന്ന് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പുറത്ത് വിക്ടോറിയ മെമ്മോറിയലിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ദേണ്ടെ ആ ഫുൾ വ്യൂ ഒന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫുൾ ഗേറ്റ്. അതുകൊണ്ട് ആ കാണുന്നത് നിങ്ങൾക്ക് കാണാം, ഒരു ആർച്ച് പോലെ, അത് ലണ്ടൻ ഐ ആയിരുന്നു. അപ്പൊ ഇവിടെ നിന്നാൽ നമുക്ക് അതായത് ആ ലണ്ടൻ ഐയെ കയറി കഴിഞ്ഞാൽ ലണ്ടൻ മൊത്തത്തിൽ നമുക്കൊന്ന് കാണാം. പക്ഷെ അത് കുറേ സമയം എടുക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് അല്പം ബോറടിക്കും. അതുകൊണ്ടാണ് അതിനകത്ത് കയറാൻ വലിയ താല്പര്യം കാണിക്കാത്തത്. അപ്പൊ അങ്ങനെ നമ്മൾ വിക്ടോറിയ മെമ്മോറിയലിന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ആ വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്നത് ഒരു മോണ്യുമെന്റ് ആണെന്ന് പറഞ്ഞു. ക്യൂൻ വിക്ടോറിയയുടെ ആ ഒരു മോണ്യുമെന്റ് ആണെന്ന് പറഞ്ഞു. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വൈറ്റ് മാർബിൾ.
ഈ വൈറ്റ് മാർബിൾ എവിടെ നിന്നാണെന്നറിയാമോ? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ രാജസ്ഥാനിൽ നിന്ന്. നമ്മുടെ താജ്മഹൽ ഉണ്ടാക്കിയ അതേ മാർബിൾ, ആ സെയിം ക്വാറിയുടെ മാർബിൾ കൊണ്ടാണ് ഈ ഒരു വിക്ടോറിയ മെമ്മോറിയൽ മോണ്യുമെന്റും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഇന്ത്യയുടെ മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഏറ്റവും മുകളിൽ ഒരു ക്രൗണ്ട് ബ്രോൺസ് സ്റ്റാച്യു ഉണ്ട്. കണ്ടോ, ഒരു ഗോൾഡൻ കളറിലെ സ്റ്റാച്യു കണ്ടില്ലേ? അത് ഏഞ്ചൽ ഓഫ് വിക്ടറി ആണ് അത് പറയുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ 2 ഈഗിളുണ്ട്. ആ ഈഗിളിനെ എംപയർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് കണ്ടില്ലേ വിക്ടോറിയ ക്യൂയിനെ കാണാം. ഈ ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും അതുപോലെ ക്യൂൻ വിക്ടോറിയയുടെ ഫോട്ടോ സ്കൾപ്ചർ അവർ കുത്തി ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ സൈഡിൽ കണ്ടില്ലേ മാലാഖമാരുണ്ട്, ഏഞ്ചൽസ് ഉണ്ട്, കാണാമോ? അപ്പം ആ 2 ക്യൂന്റെ സ്റ്റാച്യൂസ് എന്തിനെയാണ് ഡിപ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എൻത്രോൺഡ് ക്യൂൻ വിക്ടോറിയ ഉണ്ട്, അത് മോളിനെ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. പിന്നെ അപ്പുറത്ത് ഈ നേരെ കാണുന്നതാണ് മദർഹുഡ്, അതായത് ഫേസിങ് ബക്കിംഗ്ഹാം പാലസിനെയാണ് ഫേസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ 2 സൈഡിലുള്ള ആ ഏഞ്ചൽസ് എന്ന് പറയുന്നത് കാണാമോ? ഏഞ്ചൽസ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫേസിങ് നോർത്ത് വെസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ജസ്റ്റിസിനെയും, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ട്രൂത്തിനെയുമാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാം അപ്പുറത്ത് ഈ വിക്ടോറിയയുടെ 2 പടങ്ങൾ കാണാമല്ലോ. അവിടെ നിന്ന് ഞങ്ങൾ എടുത്ത ഫോട്ടോ ആണ് ഇത്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പോവാണ്. നമ്മുടെ കേരിക്കുട്ടൻ ഷാലൈ ഗെറ്റ് ഡൗൺ എന്നൊക്കെ ചോദിച്ചു പെർമിഷൻ ഇറങ്ങി പോവാണ്. ഇറങ്ങി കഴിഞ്ഞാലല്ലേ നമുക്ക് ബാക്കി വ്യൂസും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഇറങ്ങുകയാണേ. ദേണ്ട നമ്മൾ ആ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി പോകുമ്പം കണ്ടില്ലേ, ആ ഒരു സൈഡിൽ ഒരു ബ്രോൺസ് സ്റ്റാച്യു ഉണ്ടായിരുന്നു. അതേ അപ്പുറത്തെ സൈഡിലും ഒരു ബ്രോൺസ് സ്റ്റാച്യു ഉണ്ട്. അതുപോലെ ഇതിന് ചുറ്റും ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. അതിൽ ഈ സ്റ്റാച്യു ഡിപ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രോഗ്രസിനെയാണ്. ഈ ലൈനിന്റെ കൂടെ ഈ സ്റ്റാച്യു ഉള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രോഗ്രസ് ആണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കണ്ടില്ലേ ഒരു പുള്ളിക്കാരി ഒരു പീസ് ഓഫ് ഇല പോലെ ഏതാണ്ട് ഒരു സാധനം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, അത് റെപ്രസെന്റ് ചെയ്യുന്നത് പീസാണ്. അപ്പം ഇത് രണ്ടുമാണ് ഈ ഒരു സ്റ്റാച്യൂസ്, ഈ 2 സ്റ്റാച്യൂസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു പൂള് കാണാം കേട്ടോ. ആ പൂളില് റിഫ്ലക്റ്റിംഗ് പൂൾ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു പൂളുണ്ട്. ഇപ്പം അതിനകത്ത് വെള്ളമൊന്നുമില്ല, സമ്മർ ആയതുകൊണ്ട് വെള്ളം കാര്യങ്ങളും ഒന്നുമില്ല. മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ അപ്പം അതിനകത്തൊക്കെ വെള്ളവും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ അവർ കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ട് ഇതിനകത്താണ് വെള്ളം ഉള്ളത്, പൂള്. ഇപ്പൊ സമ്മർ ആയതുകൊണ്ടായിരുന്നു അതിനകത്ത് വെള്ളം ഇല്ലാതെ. ആ ഒരു വാളിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മെർമെയ്ഡ്, അതുപോലെ തന്നെ മെർമാൻ, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളും ഇതിനകത്ത് അവർ ചെറിയ രീതിയിൽ അവർ കൊത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ, ആ ബ്ലാക്ക് മെറ്റാലിക് ബ്രോൺസിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് അത്രയും ആ ഒരു ഇരുട്ട്, ആ ഭാഗത്തേക്ക് പോയപ്പോൾ അല്പം ഇരുട്ട് തോന്നി. കണ്ടോ, എനിക്ക് ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഒരു മെർമെയ്ഡിനെയൊക്കെ കൊത്തി വെച്ചേക്കുന്ന കണ്ടോ, കാണാവോ? അപ്പം അതാണ് ആ ഒരു സാധനം പറയുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് നടന്നു പോകുമ്പോൾ ദേ കണ്ടില്ലേ, അവിടെ വേറൊരു മനുഷ്യനും ഇതുപോലെ സിംഹത്തിന്റെ അടുത്തൊക്കെ നിപ്പുണ്ട്. അത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഫാക്ചററിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഒരു ബ്ലാക്ക് സ്മിത്ത് വിത്ത് മോഡേൺ കോസ്റ്റ്യൂം, ഒരു മാനുഫാക്ചററിനെയാണ്. ഇതും അതുപോലെ എന്തൊക്കെയോ അവർ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെയാണ്. ഈ 4 കാര്യത്തിനാണ് ഒരുപാട് ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ അതൊന്ന് പറഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അടുത്ത ഒരു ഇതുപോലെ തന്നെ ലൈനിനെ കൊണ്ട് വേറൊരു സാധനവും ഇരിപ്പുണ്ട്, അതായത് വേറൊരു സ്കൾപ്ചറും ഇരിപ്പുണ്ട്. അതെന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പറഞ്ഞ ബ്ലാക്ക് സ്മിത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മോഡേൺ കോസ്റ്റ്യൂം ചെയ്തൊരു മാനുഫാക്ചററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ കാണുന്നതാണ്. അതിൻ്റെ അപ്പുറത്തും ഒരെണ്ണം ഉണ്ട്, അത്
അഗ്രികൾച്ചർ, അതായത് നമ്മുടെ ഒരു അഗ്രികൾച്ചറിന്റെ ഡ്രസ്സൊക്കെ ചെയ്ത ഒരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിയുടെ കയ്യിൽ ഒരു വാൾക്കത്തിയുണ്ട്, അതുപോലെ തന്നെ ഒരു പിടി കോണിന്റെ ഒരു കതിരുമുണ്ട്. അപ്പം ഇത് 4 മെയിൻ ആയിട്ടുള്ള ആ സ്കൾപ്ചേഴ്സ് എന്ന് പറയുന്നത്. ബ്രോൺസ് സ്കൾപ്ചേഴ്സ് ആണത്. കണ്ടില്ലേ, ഈ കാണുന്നതാണ് അഗ്രികൾച്ചറൽ വിമൻ അല്ലെങ്കിൽ അഗ്രികൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഏകദേശം ഈ ഒരു വിക്ടോറിയ സ്കൾപ്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ വിക്ടോറിയ മെമ്മോറിയലിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ വിക്ടോറിയ മെമ്മോറിയൽ ആണ് ടോളസ്റ്റ് മോണ്യുമെന്റ് എന്ന് പറയുന്നത്. ഒരു കിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ക്യൂനിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ടോളസ്റ്റ് മോണ്യുമെന്റ് ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് ഞാൻ പറഞ്ഞു മെർമെയ്ഡ് ഉണ്ട്, മെർമൻ ഉണ്ട്, ഹിപ്പോഗ്രിഫ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളും നിങ്ങൾ അതിനകത്ത് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുറേ കാര്യങ്ങളൊക്കെ അവർ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇനി അടുത്ത സ്ഥലമൊന്നും പോകാനില്ല, കാരണം രാത്രിയായി. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പോയ സമയത്ത് കണ്ടില്ലേ അപ്പനും മക്കളും കൂടെ എന്താ ചെയ്യുന്നതെന്ന്. അപ്പച്ചനും അമ്മച്ചിയും അപ്പനും മക്കളും കൂടെ കാര്യമായിട്ട് ഇവിടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കുമായിരുന്നേ. എന്തായാലും എനിക്ക് വീഡിയോ കണ്ടന്റ് കിട്ടി. ഞാൻ അവിടെ നടന്ന് കുറേ കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾക്കും കുറേ കാര്യങ്ങൾ പകർന്നു നൽകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കും കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒക്കെ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു, എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചായയൊക്കെ എടുത്തിട്ട് പപ്പ പറയാ വിശക്കുന്നില്ലേ ആർക്കും എന്ന് ചോദിച്ചോണ്ടേ പപ്പ പറഞ്ഞ സാരമില്ല, നമ്മൾ നല്ല ചൂട് കാപ്പിയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് അവിടെ പോയി ഇരുന്ന് കുടിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഇതിന് കാരണം ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ നിന്ന് അപ്പം പാലസിന്റെ ഫുൾ വ്യൂ കിട്ടത്തക്കാണ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് പോയി. ഈ കൊട്ടാരവും ഈ കൊട്ടാരത്തിന്റെ പരിസരങ്ങളും എല്ലാം അന്ന് കാണിച്ചു. ചാൾസ് രാജകുമാരന്റെ കല്യാണം, ചാൾസ് രാജകുമാരന്റെ മകന്റെ വിവാഹവും നടന്നു. ആ കൊട്ടാരത്തില് ഒന്ന് വന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. അത് സഫലമായി. അത്രേ ഉള്ളൂ. എനിക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. ഇത് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായി. അത് നടത്തിക്കണം. അപ്പൊ മമ്മിയുടെ വാക്കിൽ കൂടെ തന്നെ നിങ്ങൾ അവരെന്ത് ഹാപ്പിയാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കൊടുക്കുക. അപ്പൊ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് ദേ ഇവിടെ ഓട്ടോ അല്ല, ഇവിടുത്തെ റിക്ഷാ വണ്ടി കണ്ടു. പപ്പായ്ക്ക് അതിനകത്തൊന്ന് കയറണമെന്നുണ്ട്, പക്ഷെ അച്ഛൻ വിരട്ടി വിട്ടു. പിള്ളേരെയൊക്കെ ഒന്ന് ഇരുത്തി ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു വേണ്ട വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ വേറെ എവിടെയൊക്കെ പോകും എന്നിങ്ങനെ നോക്കിയിരുന്നപ്പോൾ, കാരണം കുറച്ച് സ്ഥലങ്ങൾ അവരെ കാണിക്കണമല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് മനസ്സിലായത് ഈ വഴിയല്ല ഇനിയിപ്പം, കാരണം ഹൈഡ് പാർക്കിന്റെ എൻട്രൻസ് മാത്രമേ നമ്മൾ കണ്ടു, ഹൈഡ് പാർക്കിലോട്ട് നമ്മൾ കയറിയില്ല. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹൈഡ് പാർക്കിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ കാണാത്തവരൊന്ന് കയറി കണ്ടേക്കണേ. എന്റെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ ഉണ്ട്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാമേ. അന്ന് ഞങ്ങൾ ഹോപ്പ് ഓഫ് പോയതിന്റെ ഡിസ്ക്രിപ്ഷനും കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയേക്കാം. അപ്പം കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കയറി കണ്ടേക്കണേ. അപ്പോൾ ഇതാണ് ബക്കിംഗ്ഹാം പാലസിന്റെ പുറകുവശം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഞങ്ങൾ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ നോക്കിയപ്പോൾ നമുക്ക് ഇത് ഒത്തിരി ചുറ്റാണ് എന്ന് മനസ്സിലായി. ഞങ്ങൾ തിരിച്ച് വീണ്ടും ഇതുവഴി തന്നെ കയറി ഇറങ്ങി. നമ്മൾ അപ്പോഴത്തേക്ക് ഇരുട്ടാൻ തുടങ്ങി. ഇതൊരു 6 മണി 7 മണിയൊക്കെ ആകാറായി തുടങ്ങിയായിരുന്നു. ഈർക്കുട്ടിനൊന്നും ലീവ് അധികം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ സാറ്റർഡേ സൺഡേ ആയിരുന്നു നമ്മൾ ഇറങ്ങുന്നത്. ആ ഒരു ദിവസം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളായിരുന്നു. പിന്നെ സൺഡേ ഇടവിട്ടുള്ള സൺഡേസ് ഞങ്ങൾക്ക് പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ സൺഡേസും നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഉള്ള ദിവസം കിട്ടിയ സാറ്റർഡേസിലും അച്ചാച്ചന് ചില ദിവസങ്ങളിൽ വർക്ക് വരുമായിരുന്നു. അപ്പം ആ ഒരു പണിയൊക്കെ തീർത്തതിന് ശേഷമായിരുന്നു നമ്മൾ ഇറങ്ങുന്നത്.
അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ചെറിയ തരത്തിൽ ഡ്രസ്സിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വലിയ രീതിയിൽ നമ്മൾ വകവയ്ക്കുന്നില്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മഴ പെയ്യുന്നത് എന്നൊന്നും അറിയത്തില്ല. എപ്പോഴും ചെറിയ രീതിയിൽ ഡ്രിസിലിങ്ങും പ്രസിപ്പിറ്റേഷനും ഒക്കെ കാണും മിക്കവാറും. അങ്ങനെ ഞങ്ങൾ വീണ്ടും കയറിയിടത്തൂടെ തന്നെ വീണ്ടും കയറി ഇറങ്ങി ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ ഒന്നും കൂടെ റിക്ഷയുടെ ഒക്കെ ഒന്ന് ഉണ്ടല്ലേ, ഏരിക്കൂട്ടം വരുന്നുണ്ടല്ലേ, ഏരിക്കൂട്ടൻ എന്തായാലും സ്ട്രോളറിൽ കയറി. ഏരിക്കൂട്ടൻ എന്തായാലും നടന്നേ പറ്റത്തുള്ളല്ലോ, കുറച്ചു നേരമൊക്കെ നടക്കും. പിന്നെ കാല് കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ അതിനകത്ത് കയറ്റിയിരുത്തും. കുഞ്ഞുങ്ങളല്ലേ, എത്രയെന്നും പറഞ്ഞാൽ നടക്കുന്നതല്ലേ. അങ്ങനെ നടന്ന് ഞങ്ങൾ വീണ്ടും അതിനകത്തൂടെ കയറി. നമ്മൾ അവിടെ ഹൈഡ് പാർക്കിൽ പോയി കുറച്ചു നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇതാണ് ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസിൽ പോയ ആ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇവരെ കൊണ്ടുപോയില്ലെങ്കിലും ഞങ്ങൾ കൊണ്ടുപോയ സ്ഥലങ്ങൾ അവർ ഒരുപാട് എൻജോയ് ചെയ്തു. അവരുടെ കൂടെ ഞങ്ങളും എൻജോയ് ചെയ്തു. കണ്ടില്ലേ, മഴ ഒരു കുട എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കും. പിന്നെ ജാക്കറ്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ വലുതായിട്ട് നനയത്തില്ല. മഞ്ഞും മഴയും ഒക്കെ താങ്ങത്തക്കോണം ആണല്ലോ നമ്മുടെ ജാക്കറ്റ് ഉള്ളത്. അധികം ഒന്നും നനഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചെറിയ മഴയൊക്കെ കൊണ്ട് ഇപ്പോൾ UK വന്നിട്ട് പപ്പായും മമ്മിയും മഴ നനച്ചില്ല എന്ന് വേണ്ട, ഞങ്ങൾ മഴയും നനപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ സ്ഥലം, അതായത് ബക്കിംഗ്ഹാം പാലസ് എന്നുള്ളൊരു ഡെസ്റ്റിനേഷനും കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ അവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഏരിക്കുട്ടൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ പോയപ്പോഴും ഏരിക്കുട്ടൻ പറഞ്ഞത് അവിടെ പാർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ പാർക്ക് അണ്ടർ മെയിൻ്റനൻസിലായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ മഴയുമായിരുന്നല്ലോ, അപ്പം കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഏരിക്കുട്ടനെ നമുക്ക് വരുമ്പോൾ ഏരിക്കുട്ടനെയും പാർക്കിൽ കൊണ്ടുപോകാം, കളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പതിയെ കൺവീൻസ് ഒക്കെ ചെയ്തു. പക്ഷെ എന്നാലും സങ്കടമായിരുന്നു, കൊണ്ടുപോയില്ലല്ലോ. എല്ലായിടത്തും കൊണ്ടുപോയി. പിള്ളേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതിനോടൊന്നും അല്ലല്ലോ വേണ്ടത്, അവർക്ക് കുറച്ച് കളിക്കണം എന്നൊക്കെയല്ലേ. നമ്മൾക്ക് ഈ കാണാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പിള്ളേർക്ക് അതൊക്കെ കണ്ടാൽ എന്നാ മനസ്സിലാകാനാ. കുറച്ച് നാളൊക്കെ കഴിഞ്ഞാണെങ്കിൽ അവർക്ക് വല്ലതും മനസ്സിലാവും. പക്ഷെ ഈ കുഞ്ഞു പിള്ളേർക്ക് 4-5 വയസ്സുള്ള പിള്ളേർക്കൊക്കെ എന്നാ മനസ്സിലാകാനാ. ഏരിക്കുട്ടൻ ഇങ്ങനെ കരയാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് കേറിക്കുട്ടനും ആ ഒരു സങ്കടമായി. ചേച്ചി കാരണം അവർക്ക് കളിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ പതിയെ കാപ്പിയൊക്കെ കുടിച്ച് പിള്ളേർക്ക് ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത്, കാരണം പട്ടിണിയാണല്ലോ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഒന്നും വേണ്ടല്ലോ. പുറത്തിറങ്ങുമ്പോഴാണല്ലോ ചെറിയ തണുപ്പൊക്കെ കാരണം ഇച്ചിരി കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ നല്ല സുഖമല്ലേ. അങ്ങനെ ഞാൻ പിന്നെ ചായയും കാപ്പിയൊന്നും കുടിക്കാതെ കൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പപ്പായും മമ്മിയും അച്ഛനും കാപ്പിയൊക്കെ കുടിച്ചു. കണ്ടില്ലേ ഒരു കുഞ്ഞു രാജകുമാരിയെ അപ്പച്ചനെ എടുത്തോണ്ട് പോകുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓർക്കാൻ കൂട്ടി വെക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. ഏരിക്കുട്ടൻ നടന്ന് കാലൊക്കെ തളർന്നപ്പോൾ അവിടെ അപ്പച്ചൻ അവളെ എടുത്തുകൊണ്ട് കുറേ ദൂരമൊക്കെ നടന്ന് അവളും ഹാപ്പി, അപ്പച്ചനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അങ്ങനെ കുറേ ദിവസം അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒക്കെ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ ഹാപ്പി ആയിട്ടിരുന്നു. അപ്പൊ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് എൻജോയ് ചെയ്ത അമ്മയാണോ കെരിക്കുട്ടനാണോ ചേച്ചിയാണോ? രണ്ടുപേരും അല്ലേ? See you soon with the next video. Till then, take care. Bye bye.